നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ ഫെഡറൽ സംവിധാനവും ജനാധിപത്യവും തകർക്കുകയാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ഗവർണർമാർ സംസ്ഥാനങ്ങളെ ഭരണനിർവഹണത്തിന് സമ്മതിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. കേന്ദ്ര നയങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ രണ്ട് മുഖ്യമന്ത്രിമാരും ആഹ്വാനം ചെയ്തു. CPM പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി മധുരയിൽ നടന്ന ഫെഡറൽ സംവിധാനത്തെക്കുറിച്ചുള്ള സെമിനാറിലാണ് ഇരുവരുടെയും പ്രതികരണം. പാർട്ടി കോൺഗ്രസുകളിലെ പതിവ് സെമിനാറുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു മധുര സെമിനാർ. കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പിണറായി വിജയൻ ആദ്യം തുടങ്ങി. The BJP-led union government has now initiated the constitutional amendment on one nation, one election, though it does not have a two-thirds majority in the parliament, which is necessary to pass a constitutional amendment bill. തൊട്ടു പിന്നാലെ തമിഴിൽ മോദി സർക്കാർ നയങ്ങളെ കടന്നാക്രമിച്ച എം.കെ. സ്റ്റാലിൻ. பல்வேறு பரிணாமங்களில் வரக்கூடிய பாசிசத்தை நாம் வீழ்த்தியாகணும். பாஜகவோட பாசிச கோரமுகத்தை தொடர்பு பரப்புரையின் மூலமாகத்தான் வீழ்த்த முடியும். எல்லாத்துக்கும் மேல மக்கள் நலன்தான் முக்கியம் என்ற அந்த புள்ளியில நாம ஒன்னா இருக்கணும். DMK പതാകയുടെ പകുതി ചുവപ്പാണ്, മനസ്സിലും പാതി ചുവപ്പെന്ന് എം.കെ. സ്റ്റാലിൻ പറഞ്ഞതോടെ പ്രവർത്തകർ ഇളകി. പിണറായി വിജയൻ തന്റെ ജ്യേഷ്ഠ സഹോദരനാണെന്നും എം.കെ. സ്റ്റാലിൻ പറഞ്ഞു. സംസ്ഥാനങ്ങൾക്കെതിരായ കേന്ദ്ര നയങ്ങൾക്കെതിരെ BJP ഇതര സർക്കാരുകൾ ഒറ്റക്കെട്ടായി ശബ്ദിക്കണമെന്ന് ആഹ്വാനം ചെയ്താണ് സെമിനാർ സമാപിച്ചത്. CPIM PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും കർണാടക ഉന്നത വിദ്യാഭ്യാസ മന്ത്രി MC സുധാകറും സെമിനാറിൽ സംസാരിച്ചു. മോദി സർക്കാരിനെതിരായ യോജിച്ച പോരാട്ടത്തിന്റെ തുടക്കമായി രണ്ട് മുഖ്യമന്ത്രിമാർ ഒരുമിച്ച മധുര സെമിനാറിനെ കാണാം. മധുരയിൽ നിന്നും ദീപക് തർബടം, 24.